അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയിൽ മരണം 11ആയി ഉയർന്നു. വീടുകളടക്കം 10,000 കെട്ടിടങ്ങൾ തകർന്നതായി അനുമാനിക്കുന്നു. ഹോളിവുഡ് സിനിമാ താരങ്ങളുടെ വസതികളും ചാമ്പലായി. 1.2 ലക്ഷം പേരെ ഒഴിപ്പിച്ചു മാറ്റി. തീ പടർന്നതിനേക്കാൾ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ 2 ലക്ഷം പേർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച വരെ 5 കാട്ടുതീയാണ് ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ പല ഭാഗങ്ങളിലായി പടരുന്നത്. ലോസ് ആഞ്ചൽസ് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പടരുന്ന പലിസേഡ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന കാട്ടുതീയും കിഴക്കുവശത്തുള്ള ഈറ്റൺ ഫയർ എന്ന കാട്ടുതീയുമാണ് കൂടുതൽ നാശം വിതയ്ക്കുന്നത്. ഇരു കാട്ടുതീകളിലുമായി 34,000 ഏക്കർ ഭൂമി ചാമ്പലായി. പലിസേഡ് കാട്ടുതീയുടെ 6% മാത്രമാണ് അണയ്ക്കാൻ കഴിഞ്ഞത്. ഈറ്റൺ കാട്ടുതീ അല്പം പോലും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വരണ്ട കാലാവസ്ഥയും വേഗതയേറിയ കാറ്റും കാട്ടുതീ പടരാൻ കാരണമാകുന്നുണ്ട്. തീ അണയ്ക്കാൻ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കുന്നുമുണ്ട്. കാനഡയിൽ നിന്ന് വാടകയ്ക്കെടുത്ത വലിയ വിമാനം ഡ്രോണിൽ കൂട്ടിയിടിച്ച് തകരാറിലായി. കാട്ടുതീ മൂലമുള്ള നഷ്ടം $15,500 കോടി ഉയർന്നതായി അനുമാനിക്കുന്നു. കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ വസിക്കുന്ന 96 ലക്ഷം പേർക്ക് അബദ്ധത്തിൽ മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. കെന്നത്ത് ഫയർ എന്ന കാട്ടുതീ പടരുന്ന മേഖലയിലുള്ളവരെ ഉദ്ദേശിച്ച് കൗണ്ടി അധികൃതർ പുറപ്പെടുവിപ്പിച്ച മുന്നറിയിപ്പ് കൗണ്ടിയിലെ എല്ലാവർക്കും ലഭിക്കുകയായിരുന്നു. ലോസ് ആഞ്ചൽസ് ഉൾപ്പെടുന്ന കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ഗവർണർ ഗാവിൻ ന്യൂസം കാട്ടുതീ നേരിടുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. കൂടാതെ കാട്ടുതീയിൽ തന്റെ ഭവനം ചാമ്പലായെന്ന് ഓസ്കാർ ജേതാവായ ഹോളിവുഡ് നടൻ മെൽ ഗിബ്സൺ അറിയിച്ചു. മാലിബുവിൽ 15 വർഷമായി താമസിക്കുന്ന വീടാണ് ഇല്ലാതായത്. ഈ സമയം മറ്റൊരു പരിപാടിക്കായി ടെക്സസിലായിരുന്നുവെന്നു ഗിബ്സൺ പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം കുടുംബം നേരത്തെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയിരുന്നു. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം കാട്ടുതീ നേരിടുന്നതിന് മതിയായ നടപടികൾ എടുത്തില്ലെന്ന് ഗിബ്സൺ ആരോപിച്ചു. ഹോളിവുഡ് താരങ്ങളും സെലിബ്രിറ്റികളുമായ ആന്റണി ഹോപ്കിൻസ്, ജോൺ ഗുഡ്മാൻ, അന്ന ഫാരിസ്, പാരിസ് ഹിൽട്ടൺ, ബില്ലി ക്രിസ്റ്റൽ തുടങ്ങിയവരുടെ വീടുകളും കാട്ടുതീയിൽ നശിച്ചിരുന്നു. അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന് ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട ഒന്നിലധികം കാട്ടുതീയിൽ 1000-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 5000 ഏക്കറിലധികം വനമാണ് കത്തി നശിച്ചിരുന്നത്. ഇപ്പോഴും തീ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലോസ് ഏഞ്ചൽസ് ഫയർ ചീഫ് ആന്റണി മാരോൺ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.